അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ നേരെ കാണുന്നില്ലേ, എല്ലാ സ്ട്രീറ്റും ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടാണ്. UN ബഫർ സോൺ ആക്കി വെച്ചിട്ടില്ല, കാണുന്നില്ലേ. മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് രക്തം ഒഴുകുന്ന തരത്തിൽ വെച്ചിട്ടുണ്ടോ. വാറിന സമയത്ത് നല്ലോണം വെടികൊണ്ട ഹോളുകളായിരിക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ബിൽഡിങ്ങിനുള്ളിൽ കണ്ട ചാക്കൊക്കെ വെച്ചിട്ടുണ്ടോ, ഇത് യുദ്ധത്തിൻ്റെ സമയത്ത് വെടിയുണ്ട കയറാതിരിക്കാൻ വേണ്ടിയൊക്കെ വെച്ച സംഭവങ്ങളാണ്, കാണുന്നില്ലേ. ഡിസ്കവർ സൈപ്രസ് എന്ന 9 days 8 nights നമ്മൾ സൈപ്രസ് ട്രിപ്പിൻ്റെ എക്സ്പെൻസ് ആണ് ഈ കാണുന്നത്. ഇത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഓർ ഫേസ്ബുക്ക് ത്രൂ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളിത് തുർക്കിഷ് സൈഡിലെ പാസ്പോർട്ട് കൺട്രോളിൽ നിൽക്കുകയാണ്. നമ്മളിവിടെ നിൽക്കാൻ പറഞ്ഞു, അവിടെ കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറഞ്ഞു ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ ടെൻഷൻ അടിച്ച നിമിഷം കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരാളെ ഹൃദയമൊക്കെ അടിച്ചു തീർന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഇപ്പോഴാണ് ശ്വാസം തിരിച്ചു കിട്ടിയത്. പാസ്പോർട്ട് ജസ്റ്റ് അവർ സ്കാൻ ചെയ്യും, തിരിച്ചു വിടും, അത്രയേ ഉള്ളൂ. ഇവിടെ ഈ റോഡ് ലെഡ്ര സ്ട്രീറ്റ് ക്രോസ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ സൈപ്രസിൻ്റെ വിസ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ജസ്റ്റ് പാസ്പോർട്ട് സ്കാൻ ചെയ്തിട്ട് ഉള്ളോട്ട് വിടും. അപ്പുറത്തെ സൈഡിൽ തുർക്കിഷ് സൈഡിൽ പാസ്പോർട്ട് ഒന്ന് സ്കാൻ ചെയ്യും, പുറത്തോട്ട് വിടും. അതേപോലെ തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും പാസ്പോർട്ട് സ്കാൻ ചെയ്യും, വീണ്ടും ഇവിടെയും പാസ്പോർട്ട് സ്കാൻ ചെയ്യും. ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ ഒന്നും ചെക്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. സുഖമായിട്ട് പോയിട്ട് വരാം. എത്ര സമയം വേണമെങ്കിലും നിൽക്കാം കേട്ടോ, എത്ര സമയം വേണം നിൽക്കാം, അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് എന്തായാലും ഈ ഏരിയനെ ഒരുപാട് കവർ ചെയ്യാനുണ്ട്. ആ ഏരിയ കവർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ വേണം ഒരാഴ്ച. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്ന് നമുക്ക് വീണ്ടും നിക്കോസിയ തുർക്കിഷ് സൈഡിൽ നിന്ന് വന്നിട്ട് നമ്മളിനി ഗ്രീക്ക് സൈഡിലെ നിക്കോസിയ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അതുപോലെ ഇവിടെ ഒക്യുപ്പൈഡ് ഏരിയൻ്റെ തൊട്ടടുത്തുള്ള ഏരിയയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ അബാൻഡൻ്റ് ആയി കിടക്കുന്ന ഒരുപാട് ഏരിയ ഉണ്ട്, അതൊക്കെ നമുക്ക് കണ്ടിട്ട് അങ്ങോട്ട് പോകാം. ഇതൊക്കെയാണ് അബാൻഡൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ നേരെ കാണുന്നില്ലേ, എല്ലാ സ്ട്രീറ്റും ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടാണ്. UN ബഫർ സോൺ ആക്കി വെച്ചിട്ടില്ല, കാണുന്നില്ലേ. മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് രക്തം ഒഴുകുന്ന തരത്തിൽ വെച്ചിട്ടുണ്ടോ, അതാണ് ഒക്യുപ്പൈഡ് ഏരിയ. ഇതിൻ്റെ താഴെയുള്ളത് സൈപ്രസിൻ്റെ ആക്ച്വൽ ഏരിയ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ മോട്ടോർ സൈക്കിളും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒഴിപ്പിച്ച് വെച്ചിട്ടുണ്ടോ. ഇതൊക്കെ 1974 ഇവിടെ ആ UN ബഫർ സോൺ വന്ന സമയത്ത്, യുദ്ധം വന്ന സമയത്ത് ഒഴിഞ്ഞു പോയ ആൾക്കാരതാണ്. എങ്ങനെയുണ്ടോ അതുപോലെ കിടക്കുകയാണ്. ഇവിടെ ഇതൊരു മിലിറ്ററി ഗിയർ എന്നൊക്കെ പറഞ്ഞൊരു ഷോപ്പൊക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ മിലിറ്ററി ആൾക്കാർ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ്. ഇതൊക്കെ എന്താണെന്നല്ലേ, ഇതൊക്കെ ആൾക്കാർക്ക് വാങ്ങാൻ വെച്ചാണോ അല്ല ഐഡിയ ഇല്ല. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സൈഡിലോട്ടൊരു UN ഒരു ബോർഡർ ഏരിയ ഉണ്ട്, അതിൻ്റെ വീഡിയോ എടുത്തുവിടാം. അവിടെ അങ്ങോട്ട് എടുക്കാത്ത അവിടെ ഒരു പട്ടാളക്കാരൻ നിൽക്കുന്നുണ്ട് നോക്കിക്കൊണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ള കൊമ്പും കുറച്ചക്കറൊക്കെ അയാൾ കണ്ട് അയാളിങ്ങനെ നോക്കി. ഒരു ചെറുപ്പക്കാരനാണ്, ചെറിയ ചെക്കനാണ്. ഇനി അങ്ങോട്ട് എടുത്തിട്ട് പിന്നെ വെറുതെ അയാളെ കൊണ്ട് പറയിപ്പിക്കേണ്ട വെച്ചിട്ട് ബാർബ് വയറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് ബഫർ സോണാണ്. അതിനപ്പുറത്ത് ഒരു പള്ളി കാണുന്നില്ലേ, അത് തുർക്കിഷ് സൈപ്രസ് ആണ്. അവിടെ ആ കൊടി കാണാനുണ്ട്, തുർക്കിയുടെ കൊടി ഉണ്ടോ, അവിടെ നിന്ന് കാണാൻ പറ്റും. അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവിടെ പിന്നെ ആൾക്കാർ തുണിയൊക്കെ അലക്കിയിട്ട് ഇട്ടിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്, അതൊക്കെ കാണാം. അത് അവരുടെ ഏരിയ. നമ്മൾ അവിടെ നിന്നാണ് ഇപ്പോൾ വന്നത്. ഇതാ യുണൈറ്റഡ് നേഷൻസ് ആക്സസ് റിക്വയർഡ് അറ്റ് ഓൾ ടൈംസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇങ്ങോട്ട് വീണ്ടും ഒരു ഒക്യുപ്പൈഡ് ഏരിയ. UN ബഫർ സോണിൻ്റെ എൻട്രി പോയിൻ്റ് ആണിത്. ഇതുവഴി നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല. അവിടെ ലിഡ്ര സ്ട്രീറ്റ് ക്രോസിംഗ് മാത്രമേ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. ഇതുവഴി എൻട്രി ഇല്ല. ഫെയറി ടെയിൽ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഫെയറി ടെയിൽ മ്യൂസിയത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. കുറച്ച് പുതിയ മ്യൂസിയം ആണെന്നോ എന്തോ സംഭവം. ഇങ്ങനെ ഒരു ഫെയറി ടെയിൽ മ്യൂസിയത്തിനുള്ള എൻട്രി ഉണ്ട്, എൻട്രി ഫീസ് ഉണ്ട്. നമുക്ക് എന്തായാലും മ്യൂസിയം അല്ലേ, മ്യൂസിയം കാണുമല്ലോ. നമുക്ക് അങ്ങോട്ട് പോവാം, നമുക്ക് ബാക്കി കാണാം. നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇത് ഈ ഫെയറി ടെയിൽ മ്യൂസിയത്തിലേക്ക് ഒരാൾക്ക് 5 euro ആണ് ചാർജ് കേട്ടോ. ആ ഫെയറി ടെയിൽ മ്യൂസിയത്തിൻ്റെ അടുത്ത് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇവിടെ സൈപ്രസ് ക്ലാസിക് മോട്ടോർ സൈക്കിൾ മ്യൂസിയം ഉണ്ട് കേട്ടോ. 5 euro ആണ് ചാർജസ് വരുന്നത്. ഇങ്ങനെ ഒരു ഗ്യാരേജ് ആണ്. അതിൽ ഒരുപാട് ക്ലാസിക് മോട്ടോർ സൈക്കിൾസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും അതിനുള്ള ആൾക്കാർ. നമ്മളിങ്ങനെ UN ബഫർ സോണിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഈ ഇങ്ങനെ ഇത് കെട്ടിയിട്ടില്ലേ, ഇതിൻ്റെ അപ്പുറത്തൊക്കെ ബഫർ സോണാണ് കേട്ടോ. നോമാൻസ് ലാൻഡാണ്. ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നുണ്ടോ പലതിലും. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ വെടി കൊണ്ട ഹോളുകൾ വരെ ഉണ്ട്. ആ കാണുന്നതൊക്കെ വെടി കൊണ്ട ഹോളുകളായിരിക്കും അധികം. ഈ ഇതിൻ്റെ സമയത്ത്, വാറിൻ്റെ സമയത്ത് നല്ലോണം വെടി കൊണ്ട ഹോളുകളായിരിക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നത്. പാഫോസ് ഗേറ്റ് എന്ന് പറയുന്നത് നിക്കോസിയയുടെ ചുറ്റുള്ള വിനീഷ്യൻ വാളിലുണ്ടായ ഒരു ഗേറ്റാണ്. പണ്ട് കാലത്ത് കെട്ടിയതാണ്. 16th century ഉണ്ടാക്കിയ ഒരു വെനീഷ്യൻ വാളാണ്. അത് സിറ്റീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിലേക്കുള്ളൊരു ഗേറ്റാണിത്. ആ ഒരു ഗേറ്റാണ് പാഫോസ് എന്നുള്ള പേരിലാണ്. അതായത് പാഫോസ് ഈ ഏരിയയിലോട്ട് അങ്ങോട്ടാണ് പാഫോസ് പോകുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തിൻ്റെ പേരായതുകൊണ്ട് തന്നെ പാഫോസ് ഗേറ്റ് എന്നറിയപ്പെടും. ഓരോ ഗേറ്റിനും ഓരോ സ്ഥലത്തിൻ്റെ പേരാണുള്ളത്. ഫാമഗുസ്ത ഗേറ്റ്, പാഫോസ് ഗേറ്റ്, അങ്ങനെ ഓരോരോ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നമുക്ക് എന്തായാലും പാഫോസ് ഗേറ്റിൻ്റെ ഉള്ളിലോട്ട് കയറാം. പാഫോസ് ഗേറ്റ് വഴി നിക്കോസിയ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാം. അത് ആക്ച്വലി നിക്കോസിയൻ്റെ പുറത്താണ് ആ സൈഡ്, ഇത് നിക്കോസിയൻ്റെ ഉള്ളിലും. അങ്ങനെയാണ് പണ്ടത്തെ കാലത്ത് നോക്കുന്ന സമയത്ത്.
പക്ഷേ ഇപ്പം സിറ്റിനുള്ളിലെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ മാത്രമാണ്. എന്താണ് ചരിത്രം പറയുന്നത്? ചരിത്രം പറയുന്നത് ഇത് കൂടാതെ ഫമഗുസ്തയുണ്ട്, കിരണിയുണ്ട്. ആക്ച്വലി 3 മെയിൻ ഗേറ്റുകളാണ് ഉള്ളത്, കൂടാതെ ബാക്കിയുള്ള ഗേറ്റുകളും കൂടി ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ള 3 ഗേറ്റിൽ ഒന്നാണിത്. ആ 3 മെയിൻ ഗേറ്റുകളിൽ ഈ കിരണിയ ഗേറ്റ് എന്ന് പറയുന്നത് നോർത്തേൺ സൈപ്രസിൻ്റെ ഉള്ളിലുള്ളതാണ്. ഇവിടത്തേക്ക് എൻട്രി ഫ്രീ ആണ് കേട്ടോ. ഇങ്ങോട്ട് ഈ ഇത് കാണാൻ വേണ്ടി എൻട്രി ഫീസൊന്നുമില്ല. വലിയ മരത്തിൻ്റെ ഡോർ നോക്ക്, ചെതലെടുത്ത് കിടക്കുന്ന പണ്ടത്തെ ഡോറുകളൊക്കെ കാണാൻ പറ്റും നോക്ക്. വാവ്, അത് ഇരുമ്പ് കൊണ്ട് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ ഇരുമ്പ് കൊണ്ട് ആക്കി വെച്ചിട്ടുണ്ട്, ഉള്ളിൽ മരമാണ്. നല്ല പ്രൊട്ടക്ഷൻ ആയിരിക്കും, പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചാണ്. ഇതിനും മാത്രം ആൾക്കാർ ഇവിടെ എന്തോ ആക്രമണം നടത്തിയല്ലേ. ശരിക്കും ഈ സൈപ്രസ് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ആക്രമണങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെ തരത്തിലുള്ള എംപയേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നതാണ്. 4 or 5 തരത്തിലുള്ള ആൾക്കാർ ഇവിടെ ഭരണം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ റൂയിൻസ് ഇവിടെ കാണാൻ പറ്റുന്നത്. പാഫോസ് ഗേറ്റിൻ്റെ അടുത്ത് നമ്മൾ ആ തുർക്കിഷ് റിപ്പബ്ലിക്കിൻ്റെ ആ സൈഡിലോട്ടുള്ള സ്ഥലം കണ്ടിട്ട് വരാം. ഇങ്ങനെ നമ്മൾ അങ്ങോട്ടിങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് നടന്ന് കാണാനുണ്ട് കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും വണ്ടി ഇട്ടിട്ട് നടന്നാൽ മതി. ഇവിടെ ഞങ്ങൾ കാണിച്ചു തന്നില്ല, അതുപോലെ ഏതെങ്കിലും ഒരു പാർക്കിംഗ് സ്പേസിൽ നിങ്ങൾ മുനിസിപ്പൽ പാർക്കിംഗ് സ്പേസിൽ വണ്ടി ഇടുക. 7 മണിക്കൂർ വണ്ടി ഇടാൻ വേണ്ടിയിട്ട് ഏകദേശം 4 യൂറോ അല്ലേ, 4 യൂറോ ചാർജ് ഉള്ളൂ. അവിടെ ഇടുക, അവിടെ ഇട്ടിട്ട് ഫുള്ള് നടന്ന് കാണാം. നിങ്ങൾക്ക് നിക്കോഷ്യ മുഴുവൻ നടന്ന് കാണാനേ ഉള്ളൂ. ഒരുപാട് ഏരിയ ഉണ്ട്, ആ ഏരിയ ഒക്കെ നിങ്ങൾക്ക് നടന്ന് കാണാൻ പറ്റും. ഇവിടെ ഇതിനെ പറ്റിയിട്ട് എക്സ്കവേഷൻ ചെയ്ത് ആ പാഫോസ് ഗേറ്റ് എക്സ്കവേഷൻ ചെയ്തെടുത്തതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഇവിടെ കാണുന്നില്ലേ, സ്ഥലത്തിൻ്റെ പേര് ലെഫ്കോഷ്യ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ബോർഡുകളിൽ ലെഫ്കോഷ്യ എന്ന് എഴുതിയിട്ട് കാണാം. ഈ നിക്കോസ്യക്ക് ലെഫ്കോഷ്യ നമ്മൾ പറയുന്നുണ്ട്. ഇവർ എല്ലായിടത്തും എഴുതിയിട്ടുള്ള ലെഫ്കോഷ്യ എന്നാണ്. ഒഫീഷ്യലി എനിക്ക് തോന്നുന്നത് റെക്കഗ്നൈസ് ചെയ്ത പേര് നിക്കോസിയാണ്, പക്ഷേ ഇവർ പറയുന്നത് ലെഫ്കോഷ്യ എന്നാണ്. അതുപോലെ ഇവരുടെ എല്ലാ സ്ഥലത്തിനും ഇപ്പം ലിമാസോളിൽ ലെമേസോസ് എന്നാണ് പറയുക. അതുപോലെ ഓരോ സ്ഥലത്തിനും ഓരോ പേരുണ്ട്, അവർക്ക് അവരുടേതായ പേരുണ്ട്. ഈ ബിൽഡിങ്ങിനുള്ളിൽ കണ്ട ചാക്കൊക്കെ വെച്ചിട്ടുണ്ടോ, ഇത് യുദ്ധത്തിൻ്റെ സമയത്ത് വെടിയുണ്ട കയറാതിരിക്കാൻ വേണ്ടിയൊക്കെ വെച്ച സംഭവങ്ങളാണ്. കാണുന്നില്ലേ, ഇങ്ങനെയൊക്കെ ചാക്കൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചതാണ്. ഇതിൻ്റെ അപ്പുറത്ത് ആക്ച്വലി UN ബഫർ സോണും തുർക്കിഷ് ഏരിയ ഒക്കെ ആയി. അവിടെ നിന്ന് അങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ഉള്ള വെടിവെപ്പ് നടക്കുന്ന സമയത്ത് പ്രൊട്ടക്ഷന് വേണ്ടി വെച്ച സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നത് വെടിവെപ്പിൽ തകർന്നതായിരിക്കും. ആ കാണുന്ന ഹോളുകളൊക്കെ അധികം വെടിവെച്ച ആ ഹോളുകളായിരിക്കും പണ്ട് കാലത്ത് 1974 യുദ്ധത്തിൻ്റെ സമയത്ത്. ഇങ്ങനെ ഒരു ബോർഡർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതൊരു ബോർഡറാണ്, കാണുന്നില്ലേ? ഇതാ ബാർബ് വയറൊക്കെ വെച്ചിട്ട്, അതായത് ഈ മതിലില്ലേ, ഈ മതിലാണ് UN ബഫർ സോണിൻ്റെ ഉള്ളിലുള്ളത്. ഇതാണ്, ഇത് ഗ്രീക്ക് സൈപ്രസ് ഏരിയയിലെ ബാർബ് വയർ, അത് തുർക്കിഷ് സൈഡിലെ ബാർബ് വയർ. ഭയങ്കര കേട്ടോ. അത് അതിൻ്റെ മുകളിൽ UN വാച്ച് ടവർ കൊടുത്തിട്ട് നോക്ക്. അതിൻ്റെ ഉള്ളിൽ ഇത് UN ബഫർ ഏരിയ ആണ് കേട്ടോ. ഈ കാണുന്ന ഏരിയ ആണ് UN ബഫർ സോണാണ്. അതിൻ്റെ ഉള്ളിൽ UN വാച്ച് ടവറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിന്നിട്ട് എല്ലാവരും എന്തെങ്കിലും ആക്രമണം നടത്തുന്നതൊക്കെ നോക്കുന്ന സ്ഥലമാണ്. ഈ ലെഡ്ര പാലസ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ UN പീസ് കീപ്പിംഗ് ഫോഴ്സസൊക്കെ നിൽക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ UN-ൻ്റെ ഗസ്റ്റായിട്ടൊക്കെ വരുന്നവർ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇതൊരു ഒഫീഷ്യൽ ഏരിയ ആണ്, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഞാൻ നടന്നിട്ട് ലെഡ്ര പാലസ് ക്രോസിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നമുക്ക് അതൊന്ന് ജസ്റ്റ് കണ്ടിട്ട് പോകാം. ഇങ്ങനെ ഒരു ചെക്ക് പോയിൻറ്റും കൂടി ഉണ്ട് കേട്ടോ, അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുവഴി നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, അതുവരെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. നമ്മൾ ക്രോസ് ചെയ്യേണ്ട, ഓൾറെഡി നമ്മൾ ക്രോസ് ചെയ്തല്ലോ, നമുക്കൊന്ന് അവിടെ വരെ നോക്കിയിട്ട് വരാം. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഗേറ്റ് വരുന്നത്. നമ്മളതിൻ്റെ ഉള്ളോട്ട് കയറി ജസ്റ്റ് നോക്കിയിട്ടിങ് വന്നു. നമ്മൾ മറ്റേ ക്രോസ് ചെയ്ത പോലെ തന്നെ ഇവിടെയും സെയിം പാസ്പോർട്ടൊക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകാം. UN ബഫർ സോൺ ഉണ്ട്. ബഫർ സോൺ കഴിഞ്ഞ് തന്നെ അപ്പുറത്തോട്ട് തുർക്കിഷ് റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് കാണാം. അതുപോലെ തിരിച്ച് വരാം. അങ്ങനെയുള്ളൊരു സംഭവമാണ്. ഈ കാണുന്നതാണ് നിക്കോഷ്യ മുനിസിപ്പൽ തിയേറ്റർ. ഇവിടുത്തെ ആർട്സും പെർഫോമൻസ് ഒക്കെ നടക്കുന്നതും കൾച്ചറൽ ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് സൈപ്രസ് മ്യൂസിയം. സൈപ്രസ് ആർക്കിടെക്ചറൽ മ്യൂസിയം ആണ് ആക്ച്വലി. ഇതിനുള്ള ആർക്കിടെക്ചറായിട്ട് ബന്ധപ്പെട്ട സൈപ്രസ് ആർക്കിടെക്ചറായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ പല ഏറെ പാലിയോലിത്തിക്കൽ എറ മുതലുള്ള ഇങ്ങോട്ടുള്ള ബെസാൻഡിൻ എറ, അതുപോലെ വിനീഷ്യൻ എറ, അതുപോലെ ബ്രിട്ടീഷ് എറ വരെയുള്ള ഒരുപാട് ആർട്ടിഫാക്ട്സും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ കയറി കാണാൻ പറ്റും. പിന്നെ മ്യൂസിയം ഉള്ളിൽ കയറി കാണാമെന്നുള്ളത് നമുക്ക് വലിയൊരു താല്പര്യമില്ലാത്ത കാര്യമായതുകൊണ്ട് 5 യൂറോ ആണ് എൻട്രി ഫീ. അത് 5 യൂറോ എൻട്രി ഫീ ആണ്. അതുകൊണ്ട് നമ്മൾ പിന്നെ കയറുന്നില്ല. നിങ്ങൾക്ക് ആയിരിക്കും അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഉള്ളിൽ കയറി കാണാം. സൈപ്രസിൻ്റെ പാർലമെൻറ്റ് നമുക്കൊന്ന് കണ്ടാലോ അല്ലേ? സൈപ്രസിൻ്റെ പാർലമെൻറ്റ് ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ട് സൈപ്രസ് പാർലമെൻറ്റ് എന്ന് കാണിക്കുന്നത്. ആ വഴിക്കൊന്ന് പോയി നോക്കാം എന്താണെന്നുള്ളത്. ഈ കാണുന്നതാണെന്ന് തോന്നുന്നു. ഇതാണ്
പാർലമെൻറ്റ് കേട്ടോ, സൈപ്രസ് പാർലമെൻറ്റാണിത്. ചെറിയൊരു ബിൽഡിങ്ങാണ്, കണ്ടു കഴിഞ്ഞാൽ പാർലമെൻറ്റ് നമ്മൾ അതുപോലെയൊന്നും തോന്നില്ല. നമ്മൾ പാർലമെൻറ്റ് അടുത്ത് നിന്ന് ഇങ്ങനെ വരുന്ന സമയത്തെ ഒരു സ്റ്റാച്ചു കണ്ട് നിന്നുപോയതാണ്. ഈ സ്റ്റാച്ചു കണ്ടപ്പോൾ നമ്മളങ്ങ് നിന്ന് പോകും. ശരിക്കും പറഞ്ഞാൽ ആരാന്ന് മനസ്സിലായോ? നമ്മളെ മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്ചു ആണ് ഇവിടെ. അതൊരു സംഭവമാക്കിയല്ലോ അല്ലേ? ഇവിടെ വന്നിട്ട് നമ്മൾ മഹാത്മാഗാന്ധിയുടെ ഒരു സ്റ്റാച്ചു കാണുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വാവ്. സൈപ്രസ് പാർലമെൻറ്റിന് തൊട്ടടുത്ത് തന്നെ മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊരു സംഭവമാക്കി കേട്ടോ. ചെറിയൊരു പാർക്ക് പോലെ. ഇങ്ങോട്ടൊരു പാർക്കാണ്. അങ്ങനെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കണ്ടതായിരുന്നു. എന്തായാലും ഇവിടെ മഹാത്മാഗാന്ധിയുടെ ഒരു മോനുമെൻറ്റും കൂടെ ഇവിടെ ഒരു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു പാർക്ക് പോലത്തെ സംഭവമാണ് കേട്ടോ. ഇങ്ങോട്ടൊരു പാർക്കുണ്ട്, ചെറിയൊരു മുനിസിപ്പൽ പാർക്കായിട്ട്, മുനിസിപ്പൽ ഗാർഡൻസ് ഒക്കെ പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ട്രിപ്പോളി ബാസ്റ്റിയൻ മോട്ട് എന്നാണ് പറയുന്നത്. മോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു ട്രെഞ്ച് പോലത്തെ സംഭവം. അതായത് അത് വെനീഷ്യൻ വാളാണ്. മുന്നത്തെ സംഭവം നോക്കുന്ന സമയത്ത് വെനീഷ്യൻ വാളിൻ്റെ പാർട്ടായിട്ടുള്ള സംഭവമാണ്. അതായത് നമ്മുടെ നിക്കോസിയ എന്ന് പറഞ്ഞ സിറ്റീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെനീഷ്യൻ വാളിൻ്റെ പാർട്ടാണ് ഈ കാണുന്ന സംഭവം. അതിൻ്റെ ഉള്ളിലാണ് ശരിക്കും നിക്കോസിയ വരുന്നത്. അതിൻ്റെ ഇപ്പുറത്തുള്ള ഒരു ട്രെഞ്ച് ഏരിയ ആണിത്. ആ ട്രെഞ്ച് ഏരിയനെ ഒരു വാക്കിംഗ് ഒരു പാർക്കാക്കി മാറ്റിയിട്ടുള്ള ഇവർ റീകൺസ്ട്രക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വാക്കിംഗ് സ്ഥലം പോലെ ഇരിക്കാനും ആൾക്കാർക്ക് റിലാക്സ് ചെയ്യാനും അതുപോലെ എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ഥലം പോലെ ആക്കി വെച്ചിട്ടുള്ളത് ആ ഒരു ഏരിയ ആണിത്. ഇൻ്റർസിറ്റി ബസ്സസ് വരുന്ന ഒരു ബസ് സ്റ്റേഷനാണ് ഇത്. സോളമോ സ്ക്വയർ ഇൻ്റർ മോഡൽ ട്രാൻസ്ഫർ സ്റ്റേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ മറ്റുള്ള സിറ്റി ലിസ്റ്റിലൊക്കെ പോകണം, ലിമാസോൾ, ലർണാക്ക, പാഫോസിലൊക്കെ പോകേണ്ട വലിയ ഇൻ്റർസിറ്റി ബസ്സസ് ഒക്കെ വരുന്ന ഏരിയ ആണ്. ഇവിടെ നിങ്ങൾക്ക് ബസ് പിടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. നിക്കോസിയിലേക്ക് വരുന്ന ഏരിയ ടൗൺ സെൻ്ററാണ്. നമ്മൾ സോളമോ സ്ക്വയർ എന്ന് ഈ ബസ് സ്റ്റേഷനിൽ എലഫ്തേരിയ സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവാണ്. അതാണ് ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ളൊരു എന്താ പറയുക സിറ്റി സ്ക്വയർ, സിറ്റി സെൻറ്റർ എന്ന് പറയാൻ പറ്റും. നിക്കോസിയ സിറ്റി സെൻറ്റർ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ കണ്ടത് ഇൻ്റർസിറ്റി ബസ്സസ് നിർത്തുന്ന സ്ഥലം, ഇത് ലോക്കൽ സിറ്റി ബസ്സസ് നിർത്തുന്ന സ്ഥലം. ഇതൊക്കെ ഇവിടെയാണ്. സോളമോ സ്ക്വയർ, എലഫ്തേരിയ സ്ക്വയർ എന്നൊക്കെ പറയുന്നതാണ് ഒരു സിറ്റി സെൻറ്റർ ഏരിയ എന്ന് പറയാൻ പറ്റുന്നത്. ഇവിടെ പെയിം ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. അതുവഴിയാണ് നിങ്ങൾക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യേണ്ടത്. ഇവിടുന്ന് ലോക്കലായിട്ട് ടിക്കറ്റ് വേണമെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. സൈപ്രസ് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. മോഷൻ ബസ് കാർഡാണ്. മോഷൻ കാർഡ് വെച്ചിട്ടാണ് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. നമ്മളെ നോൾ കാർഡ് പോലത്തെ കാർഡ് എന്നാണ് സംഭവം. നടന്ന് നമ്മൾ എലഫ്തേരിയ സ്ക്വയറിൻ്റെ എത്താനായി. ഇതൊരു പാർക്കാണ് കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ച മോട്ട് എന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു ചെറിയൊരു ട്രെഞ്ച് പോലത്തെ അതിൻ്റെ പാർട്ടാണ്. ഇവിടെയാണ് ബസ് നിർത്തുന്ന സ്ഥലം. അതിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ചിൽഡ്രൻസ് പ്ലേ ഏരിയ, അതുപോലെ പാർക്ക്, അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമാണ്. ഒരു വെറൈറ്റി ഒരു സിറ്റി സെൻറ്റർ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതുപോലൊക്കെ സംഭവം. ആ പൈൻ ട്രീനെ പ്രൊട്ടക്ട് ചെയ്തൊക്കെ നോക്ക്, തടി വെച്ചിട്ട് അതിനെ പുറത്തോട്ട് വളരാണ്ടിരിക്കാൻ വേണ്ടി പിടിച്ചു വെച്ച പോലെ ഉണ്ടല്ലേ, അങ്ങനെ വെച്ചാൽ തോന്നുന്നു. ഇതാണ് എലഫ്തേരിയ സ്ക്വയർ. ഇവിടെയാണ് ആൾക്കാർ വന്ന് കൂടുന്ന സ്ഥലം. ഫോട്ടോ ഒക്കെ എടുക്കാനും ഇതൊക്കെ ആയിട്ട്. ഇത് താഴോട്ട് ഇറങ്ങാനുള്ള വഴിയാണെന്ന് തോന്നുന്നു അല്ലേ? താഴോട്ട് എലഫ്തേരിയ സ്ക്വയറിൻ്റെ താഴെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പാർക്കൊക്കെ കാണാനുള്ളൊരു സ്ഥലമാണ്. ഈ കാണുന്നത് ചർച്ച് ഓഫ് പനായ ഫനെറോമെനി എന്ന് പറയുന്നതാണ്. ഇത് ഈ ഓൾഡ് നിക്കോഷ്യ ഏരിയയിലെ ഏറ്റവും ലാർജസ്റ്റ് ഓർത്തഡോക്സ് ചർച്ചാണ്. 1715 അതായത് 18th സെഞ്ച്വറിയിലാണ് ഇത് പണി കഴിപ്പിച്ചത്. ഈ ഒരു സ്ഥലത്തിന് പനാഗിയ ഫെനറോമെനി സ്ക്വയർ എന്ന് പറയും ഈ ഏരിയനാണ്. ആ ഡ്രസ്സിലൊക്കെ അഴുക്ക് നോക്ക്, പണ്ട് മുതലേ ഉള്ള അഴുക്കുണ്ട് നോക്ക്. പണ്ട് കാലത്ത് യുദ്ധത്തിന് സമയത്ത് ഒഴിവാക്കിയ ഷോപ്പുകളിൽ ഒന്നാണെന്ന് തോന്നുന്നു. അതിങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഒരു മ്യൂസിയം പോലെ തന്നെ. പണ്ട് കാലത്ത് ഉണ്ടായ ഒരു ഷോപ്പാണ്. അത് ഇപ്പോഴും ഓപ്പൺ അല്ല. അത് എങ്ങനെയാണോ ഉണ്ടായത് അതുപോലെ അവിടെ ഇട്ടിട്ടുണ്ട്. ഫ്രോസൺ ഇൻ ടൈം എന്നൊക്കെ പറയില്ലേ, സമയം നിശ്ചലമായി പോയ ഒരു ടൗൺ ആയിട്ട് വേണം പറയാൻ പറ്റും ഇതിന്. അങ്ങനെ കുറേ ഏരിയകളുണ്ട്, കാണാൻ പറ്റും. വീണ്ടും നമ്മൾ അബാൻഡൻഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ എത്തി. 1974 അങ്ങ് നിശ്ചലമായി പോയതാ. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കണ്ടോ, ഇതൊക്കെ ഇപ്പോഴും പുതുക്കി പണിതിട്ടുണ്ട് കുറേയൊക്കെ. ഈ സൈഡ് അതുപോലെ അങ്ങ് വിട്ടിട്ടുള്ളത്. നോക്കി ഇങ്ങനെ പോയാലോ ഇടയിൽ കൂടെ. ഇത് സൗണ്ട് തന്നെ നോക്ക്. അങ്ങനെ തന്നെ അബാൻഡൺ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ആ ഒരു സമയത്തങ്ങ് എന്താണോ ആ സമയത്ത് ഉണ്ടായത് അതേപോലെ അങ്ങ് ലൈഫ് അങ്ങ് സ്റ്റോപ്പായി പോയതാണ് ഈ ഒരു സ്ഥലം, ഏരിയ എന്ന് പറയുന്നത്. ഭയങ്കര കേട്ടോ. എന്താണ് അതിൻ്റെയൊക്കെ ഒരുപാട് ഹിസ്റ്ററി പറയാനുള്ളൊരു സ്ഥലം കൂടിയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ ഒരു കാലത്ത് അവർ റീബിൽഡ് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരും നിൽക്കുന്നത്, നമ്മളും നിൽക്കുന്നത്. ഓൾഡ് നിക്കോസിയയിലെ മേജറായിട്ടുള്ളൊരു അട്രാക്ഷനാണ് ഈ കാണുന്ന മോസ്ക്. ഇതിന് ഒമറൈ മോസ്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇത്
12th സെഞ്ച്വറിയിൽ ഒരു ഓഗസ്റ്റീനിയൻ ചർച്ച് ഓഫ് സെൻറ്റ് മേരി എന്നുള്ള പേരിൽ ആണ് ഉണ്ടാക്കിയത്. ആക്ച്വലി ലുസീനിയൻ റൂളിങ്ങിൻ്റെ സമയത്ത് 13th 14th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ ഒരു ചർച്ചായിരുന്നു. ഇതിനെ ഓട്ടോമൻ എംപയർ കാലഘട്ടത്തിൽ ഇതിനെ പള്ളിയാക്കി മാറ്റി. ഇതിൻ്റെ പേരാണ് ഒമറൈ മോസ്ക്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒമറൈ ഹമ്മാം എന്നുള്ളൊരു സ്ഥലം കൂടിയുണ്ട്. ഈ രണ്ട് ഏരിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്കാണ്. ഈ കാണുന്ന ഇതാണ് ഹമാം ഒമറിയ എന്ന് പറയുന്നത്. ഇത് ഇവിടുത്തെ ഒരു മേജർ ലാൻഡ്മാർക്കാണ്. ഹമാം ഒമറിയ ആൻഡ് ഒമറിയ മോസ്ക്. ഇതാണ് ഹമാം ഒമറിയ എന്ന് വെച്ചാൽ തുർക്കിഷ് ബാത്താണ്. ഈ സംഭവം അതിൻ്റെ പാർട്ടായിട്ടുള്ളൊരു ഒമറിയ മോസ്ക്കാണ് അതിൻ്റെ അടുത്തുള്ള. ഈ തുർക്കിഷ് ബാത്തൊന്നും നമ്മൾ കണ്ടിട്ട് വരാം. ഇങ്ങോട്ടുള്ളോട്ടൊക്കെ നടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും അത് വർക്കിംഗ് ആയിട്ട് ഉള്ളൊരു സംഭവമാണ്. ഇവിടെ അതിൻ്റെ റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 1% 35, 2% 60 റേറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും സ്റ്റിൽ വർക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഈ കാണുന്നത് അപ്പോസ്റ്റൽ ബർണാബാസ് കത്തീഡ്രൽ എന്ന് പറയുന്ന ഒരു കത്തീഡ്രലാണ്. 61 AD മാർട്ടിറായിട്ടുള്ള ഒരു സെയിൻറ്റ് ബർണബാസിൻ്റെ പേരിലുള്ള ഒരു ചർച്ചായിരുന്നു ഇത്. ഇപ്പോൾ അത് ഒരു വർക്കിംഗ് കത്തീഡ്രൽ അല്ല, ഒരു മ്യൂസിയം ആക്കി മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ അത് റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും തിരിച്ച് ചർച്ചായിട്ട് ഓപ്പൺ ആകുമെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ റെനോവേഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കെട്ടി പുതിയതുപോലെ ആക്കിയിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ റൂയിൻസ് കുറച്ച് കാണാൻ പറ്റും. ഈ ഏരിയയിൽ പണ്ടത്തെ ചർച്ചിൻ്റെ റൂയിൻസ് കാണാൻ പറ്റും. ഇത് 18th സെഞ്ച്വറിയിലൊക്കെ റിനോവേറ്റൊക്കെ ചെയ്തതായിരുന്നു. ഈ കാണുന്നതാണ് എത്നോളജിക്കൽ മ്യൂസിയം. ഈ മ്യൂസിയം ഈ ഡിസംബർ 31, 2025 വരെ ക്ലോസ്ഡ് ആണ് റിനോവേഷന് വേണ്ടിയിട്ട്. ഇത് സിപ്രിയോസ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ആർച്ച് ബിഷപ്പിൻ്റെ പാലസാണ്. അതിൻ്റെ ബാക്കിലൊരു ബൈസാൻറ്റിൻ മ്യൂസിയം ഉണ്ട്. ഈ കാണുന്ന നമ്മൾ നേരത്തെ കാണിച്ച പള്ളിയുടെ പിറകെ തന്നെയാണ് ഉള്ളത് വരുന്നത്. ഇത് എൻട്രി ഒന്നുമില്ല, അവരെ ആർച്ച് ബിഷപ്പിൻ്റെ പാലസാണ്. നടന്ന് വെനീഷ്യൻ വാളിൻ്റെ അടുത്തെത്തി കേട്ടോ. ഇതാണ് വെനീഷ്യൻ വാളിൻ്റെ ഏരിയ. ഇവിടെ ഒരു ഓൾഡ് അക്വാഡക്റ്റും കൂടി ഉണ്ട്. നമ്മൾ ലർണാക്കൽ ഇങ്ങനെ ഒരു അക്വാഡക്റ്റ് കണ്ടിരുന്നു. അതേപോലെ തന്നെ ഇത് നിക്കോസിയയിലത്തെ ഒരു അക്വാഡക്റ്റാണ്. പണ്ട് കാലത്ത് വെള്ളമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നത്തെ വീഡിയോ കണ്ടില്ല, അത് കണ്ടു നോക്കണം. ലർണാക്കിൽ നമ്മൾ കാണിച്ചു തന്നിരുന്നു ഇതുപോലത്തെ ഒരു അക്വാഡക്റ്റ്. അതേ സെയിം സംഭവമാണ്. അതിന് മുകളിൽ കൂടിയാണ് വെള്ളം കൊണ്ടുപോകുന്നത്. ഇതാണ് വെനീഷ്യൻ വാള്. ഈ കാണുന്നില്ലേ, ഇങ്ങനെ വെനീഷ്യൻ വാൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. വെനീഷ്യൻ കാലഘട്ടത്തിൽ ഓട്ടോമാൻ തുർക്കികൾ അവരുടെ ആക്രമണം തടയാൻ വേണ്ടിയിട്ട് ഇതിന് ചുറ്റും കെട്ടിയിട്ടുള്ളൊരു വാളാണ് ഈ വെനീഷ്യൻ വാള്. ഈ വെനീഷ്യൻ വാളിലേക്കുള്ള ഗേറ്റാണ് നിങ്ങൾ നേരത്തെ കാണിച്ച പാഫോസ് ഗേറ്റ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫാമഗുസ്ത ഗേറ്റ് ഉണ്ട്. അതുപോലെ കിരണിയ ഗേറ്റ് ഉണ്ട്. ആ കിരണിയ ഗേറ്റ് എന്ന് പറയുന്നത് നോർത്തേൺ സൈപ്രസിൻ്റെ പാർട്ടാണ്. ഈ രണ്ടെണ്ണമാണ് സദേൺ സൈപ്രസിലുള്ളത്, അതായത് റിപ്പബ്ലിക് ഓഫ് സൈപ്രസിലുള്ളത്. ഈ ലിബർട്ടി മോണ്യുമെൻ്റ് എന്ന് പറയുന്നത് പോഡോകറ്റാറോ ബാസ്റ്റിയൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. ഇവിടെ വെനീഷ്യൻ വാളിൻ്റെ 11 ബാസ്റ്റിയൻസിൽ ഒന്നായ പോഡോകറ്റാറോ ബാസ്റ്റിയൻ്റെ അടുത്തുള്ളത്. ഇവിടെ ഇതിലെന്ന് വെച്ചാൽ ഈ ബ്രോൺസ് കൊണ്ടുള്ള 17 സ്റ്റാച്യൂസ് ഉണ്ട്, 17 ഫിഗർസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് ഇവിടുത്തെ യോദ്ധാക്കൾ, സോൾജിയേഴ്സ് ആൾക്കാരെ രക്ഷിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ രക്ഷപ്പെടുന്ന ആൾക്കാരിൽ പ്രീസ്റ്റുകളുണ്ട്, വില്ലേജേഴ്സ് ഉണ്ട്, നോർമൽ ആൾക്കാരുണ്ട്. അവരുടെ മുഖത്തൊക്കെ ഡിഫറെൻറ്റ് എക്സ്പ്രഷൻസ് ഒക്കെ കാണാൻ പറ്റും. ഇങ്ങനെ ചൂണ്ടുവിരൽ ചൂണ്ടിയിട്ട് നിൽക്കുന്നതാണ് ലിബർട്ടിയുടെ സ്റ്റാച്ചു ആണ് ആ കാണുന്നത്. ഈ ഒരു മോണുമെൻറ്റിന് പ്രത്യേകതയുണ്ട്. ഇത് 1973 ഇതിൻ്റെ പണി കഴിയുന്നത്. ഇനോഗ്രേഷൻ പറഞ്ഞായിരുന്നു, പക്ഷേ ഇനോഗ്രേഷൻ നടന്നില്ല. കാരണം 1974 യുദ്ധമൊക്കെ നടന്ന് സൈപ്രസ് 2 പാർട്ടായി. നോർത്തേൺ സൈപ്രസ് സദേൺ സൈപ്രസും കൊണ്ട് 2 പാർട്ടായി. ഇനി ഇതിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് ഇനി നടക്കണമെങ്കിൽ ഈ സൈപ്രസിൽ നിന്ന് തുർക്കിഷ് ഇൻവേഡേഴ്സ് ഒക്കെ പുറത്തോട്ട് പോകണം. എന്നിട്ട് ഈ സൈപ്രസ് വീണ്ടും ഒന്നാകണം. സൈപ്രസ് യുണൈറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഇനി ഇതിനൊരു ഇനോഗ്രേഷൻ ഉണ്ടാവുള്ളൂ. അതാണ് ഈ ഒരു മോണുമെൻറ്റിൻ്റെ പ്രത്യേകത. വെനീഷ്യൻ വാളിലെ വേറൊരു ഗേറ്റാണിത്, ഫാമഗുസ്ത ഗേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പാഫോസ് ഗേറ്റ് കണ്ടു, അതുപോലെയുള്ള ഒരു ഗേറ്റാണിത്, ഫാമഗുസ്ത ഗേറ്റ്. ഇതും ആ വെനീഷ്യൻ വാളിൻ്റെ പാർട്ടായിട്ടുള്ളതാണ്. അതുപോലെ നേരത്തെ കണ്ട അക്വാഡക്റ്റിൻ്റെ പാർട്ടായിട്ടുള്ളൊരു അതിൻ്റെ ബാക്കി പാർട്ടാണ് ഇത് കാണുന്നത്. അത് ഈ വെനീഷ്യൻ വാളിൻ്റെ അടുത്ത് തന്നെ വരുന്നത്. ഈ ഫാമഗുസ്ത ഗേറ്റിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു സ്റ്റേറ്റ് ഗാലറി ഉണ്ട്. സ്റ്റേറ്റ് ഗാലറി ഓഫ് കണ്ടംപററി ആർട്ടാണ്, പുതിയ ആർട്ടിന് വേണ്ടിയിട്ടുള്ളൊരു ഗാലറി. ഫാമഗുസ്ത ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഇന്നത്തെ നിക്കോഷ്യ എക്സ്പ്ലോറേഷൻ
വൈൻഡപ്പ് ചെയ്യാണ്. നിക്കോസിയ വാക്ക് അല്ലേ? നിക്കോസിയ വാക്ക് ഇന്ന് മുഴുവൻ നടത്തായിരുന്നു. പക്ഷേ ഒരു ചെറിയ ഏരിയയിലാണ് നടക്കുന്നത്. നമ്മൾ ഒരു ഏരിയയിൽ നിന്ന് ഒന്ന് നടന്ന് അത് കണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വേറൊരു സ്ഥലം, അവിടെ നിന്ന് വേറൊരു സ്ഥലം, അങ്ങനെ പോയി. ഫുൾ മാപ്പ് ഇവർ കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഏരിയയും എത്താൻ പറ്റും. അതെ, നിക്കോസിയ നമ്മൾ സദേൺ സൈഡിലെ നമ്മളെ റിപ്പബ്ലിക് ഓഫ് സൈപ്രസിൻ്റെ നിക്കോസിയ എക്സ്പ്ലോർ ചെയ്തു. നോർത്തേൺ സൈഡിലോട്ട് നമ്മൾ കടന്നു. അതായിരുന്നു ഹൈലൈറ്റ് അതായിരുന്നു. നമ്മളോട് പോകരുതെന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പോയിട്ടുള്ളത്. ഇനി തിരിച്ചു പോകുമ്പോൾ എയർപോർട്ടിൽ നിന്ന് വല്ല പ്രശ്നം ഉണ്ടാകുന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ? അതൊക്കെ കാണാൻ വേണ്ടി നാളത്തെ വീഡിയോ കൂടെ കാണാം കേട്ടോ. അപ്പം അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നിക്കോഷ്യ. നിങ്ങൾക്ക് നടന്ന് കാണാൻ പറ്റുന്ന ഒരുപാട് ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. പ്രസാദേട്ടൻ്റെ ഫേവറേറ്റ്സ്. പണ്ട് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, ഇപ്പം ഹിസ്റ്ററി കുറച്ച് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നാളെ നമുക്ക് ഏകദേശം എല്ലാം നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ഐറ്റിനറിയിൽ ഏകദേശമൊക്കെ തീർത്തിട്ടുണ്ട്. ഇനി കുറച്ച് സ്ഥലങ്ങൾ ബാക്കിയുണ്ട്, പെൻഡിങ് ഉണ്ട്. അപ്പം നാളെ പോകാൻ പറ്റുമോ നോക്കട്ടെ അല്ലേ? അപ്പോൾ ആ പെൻഡിങ് ആയിട്ടുള്ള സ്ഥലങ്ങൾ എന്താണെന്ന് കാണണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കാണണം. അതെ, പോകാൻ പറ്റിയാൽ അത് കാണിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകുന്ന വീഡിയോ ആയിരിക്കും നാളെ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ ഫ്രം നിക്കോസിയ. ബൈ ബൈ.